ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വക്കീൽ പറഞ്ഞതുപോലെ തന്നെ സച്ചിയും രേവതിയും രവിയോട് സംസാരിക്കാൻ വീട്ടിലെത്തുന്നു. രവിയാണെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി കയറി വന്നിട്ട് പറയും, അച്ഛാ, ശരത്തിനെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന്. അത് പിന്നെ കുറ്റം ചെയ്തവരെ പോലീസ് അന്വേഷിക്കൂലേ എന്ന് ചോദിക്കട്ടെ രവി. അച്ഛാ, ഞങ്ങൾ വക്കീലിനെ കണ്ടിരുന്നു. വക്കീൽ പറഞ്ഞത് അത് കേസാവാതെ തന്നെ പുറത്തു വെച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പരാതി പിൻവലിക്കുകയാണെങ്കിൽ അവനെതിരെ കേസെടുക്കാൻ പോലീസിന് കഴിയത്തില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അച്ഛനൊന്ന് അമ്മയുമായിട്ട് സംസാരിക്കണം എന്ന് പറയും. അപ്പൊ രവി പറയുന്നുണ്ട്, മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ആരോട് വേണമെങ്കിലും സംസാരിച്ചേനെ, ഇത് അങ്ങനെ ഒരു കേസാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ, അവനൊരു മോഷ്ടാവൊന്നല്ല, അമ്മയോടുള്ള ദേഷ്യം കൊണ്ട് മോഷ്ടിച്ചു പോയതാണ്. അവൻ ഇനി ജീവിതത്തിൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛാ, അവൻ ചെയ്തത് വലിയ കുറ്റാണ്. അച്ഛനോട് ഇങ്ങനെ ചോദിക്കാൻ പോലും പറ്റാത്തതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, അവൻ എന്റെ അനിയനായി പോയില്ലേ, എനിക്ക് അവനെ വലിച്ചെറിയാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് കരയാണേ. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി ഉണ്ടാവും കേട്ടോ അവിടെ. അപ്പൊ ഏകദേശം രവി ഒന്ന് ഇവരുടെ സംസാരത്തിൽ അയഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ശ്രുതി വന്നിട്ട്, അച്ഛാ, ഇവര് പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കലേ, ആ ചെറുക്കൻ ചെയ്തതേ റോബറി. അമ്മയുടെ പണം മോഷ്ടിച്ചു. അങ്ങനെയുള്ളവനെ ജയിലിൽ പോയി കിടക്കുന്നത് തന്നെയാ നല്ലത്. അല്ലെങ്കിലേ ഇതിനും വലിയ റോബറി അവൻ ചെയ്തിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി അങ്ങ് ദേഷ്യം പിടിച്ച് ശ്രുതിയുടെ കോളറിന് അങ്ങ് പിടിക്കട്ടോ. എടാ, നിന്റെ പണി നോക്കിയാൽ മതി, ഞാൻ അച്ഛനോടാ സംസാരിക്കുന്നതെന്ന് പറയും. ഞാനേ എന്റെ പണി തന്നെയാ നോക്കുന്നത്. നിങ്ങളിപ്പോ അങ്ങനെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാനൊന്നും നോക്കണ്ട, അവൻ ജയിലിൽ പോയി കിടക്കട്ടെ എന്നങ്ങ് പറയുമ്പോഴേക്കും സച്ചി പറയും, നിനക്കേ എല്ലാവരും ജയിലിൽ പോയി കിടക്കുന്നതാണല്ലോ ഇഷ്ടം എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ മുഖം അങ്ങ് മാറുന്നുണ്ട്. അതാ ചെറുപ്പത്തിൽ നടന്ന എന്തോ ഒരു കാര്യത്തിന്റെ ആ സൂചനയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി അങ്ങ് കയറി പോവാണേ. രേവതിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് സച്ചി പറയും, അച്ഛാ, ഞാനേ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇവ ഓർമ്മിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ആ സോഫയിൽ അങ്ങ് ഇരിക്കുക കേട്ടോ. അങ്ങനെ പിന്നെയും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ, അവൻ തെറ്റ് ചെയ്യാൻ കാരണം അമ്മയല്ലേ, അച്ഛനും അത് അറിയായിരിക്കുമല്ലോ. അവൻ ചെറുപ്പത്തിൽ ജയിലിൽ പോയാൽ അവന്റെ ഭാവി എന്തായിരിക്കും. അച്ഛൻ തന്നെ പറയാറില്ലേ, ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവന്റെ കയ്യിൽ കുറച്ച് ക്യാഷ് കൊടുത്താൽ മതി. പക്ഷെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ചെറുപ്പത്തിൽ ജയിലിൽ പോയതിന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് നിർത്താണ് കേട്ടോ നമ്മുടെ സച്ചി. അപ്പോഴേക്കും രവിയുടെ മനസ്സാകെ അലയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതിയും പറയുന്നുണ്ട്, അച്ഛാ, അവനെതിരെയുള്ള പരാതി പിൻവലിച്ച അച്ഛൻ്റെ മുൻപിൽ അവനെ കൊണ്ട് ഞാൻ നിർത്തിക്കോളാം. അച്ഛൻ അവനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ അവനെ ജയിലിലേക്ക് അയക്കരുത് അച്ഛാ. ഞങ്ങൾക്ക് അച്ഛനല്ലാതെ വേറെ ആരുമില്ല പറയാൻ. അച്ഛൻ ഞങ്ങൾ കൈ വിടരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രവി ആകെ വല്ലാത്തൊരവസ്ഥയിലാവാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രയെ കാണാൻ വേണ്ടിയിട്ട് തയ്യാറാവാണേ. പിന്നീട് ചന്ദ്രയാണ് കാണിക്കുന്നത്. ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഭാമ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ രവിയേട്ടനെ കുറിച്ച് ആലോചിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാൻ രവിയേട്ടനെ മറന്നിട്ടൊന്നുമില്ലല്ലോ, എപ്പോഴും അദ്ദേഹം എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയും. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എങ്ങനെയൊക്കെ പിണങ്ങിയാലും രവിയേട്ടൻ കുറച്ച് കഴിഞ്ഞാൽ എന്നോട് മിണ്ടാൻ വരുമെന്ന്. ആ സമയത്തായിരിക്കും നമ്മുടെ രവി വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നത്. അപ്പോൾ ഭാമ പോയി തുറന്നു നോക്കിയിട്ട് പറയും, ഞങ്ങളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ടേബിളിൻ്റെ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്നെ കുറിച്ചായിരുന്നു നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ, എന്നത്തെയും പോലെ കുറ്റം മാത്രമാണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഇത്തവണ അങ്ങനെയല്ല, രവിയേട്ടനെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഇവള് പറഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മുടെ രവി ചന്ദ്രയെ ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് ചോദിക്കും, നിനക്ക് സുഖമാണോന്ന്. അതെ. നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയണേ. അല്ല, നിങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, നിങ്ങൾക്കാരും അവിടെ വെച്ചും വിളമ്പി തരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇത്രയൊക്കെ ആദ്യം ഉണ്ടായിട്ടാണോ നീ അവിടുന്ന് പെട്ടിയും ബാഗും എടുത്ത് പോന്നതെന്ന് ചോദിക്കും. അതൊക്കെ ഓരോരോ സാഹചര്യം കൊണ്ടാന്ന് പറയട്ടോ ചന്ദ്ര. അപ്പോഴേക്കും ഭാമ പറയും, ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുമ്പോൾ, എന്നാൽ ഞാനൊന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം, നിങ്ങളിരുന്ന് സംസാരിക്കുന്നു പറഞ്ഞ് ഭാമ അങ്ങ് പോവാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോന്ന്. അതിന് ഞാൻ പറഞ്ഞു വിട്ടല്ലോ നിന്നെ, നീ നിന്റെ സ്വന്തം പ്രകാരം ആണല്ലോ ഇറങ്ങിപ്പോന്നത്, അതുകൊണ്ട് നിനക്ക് എപ്പോഴാണോ അങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നത് അപ്പോൾ വന്നാൽ മതി എന്ന് പറയും. നീ ആ ശരത്തിനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കണം എന്ന് പറയുമ്പോൾ, ഓ, അപ്പോൾ ആ ശുപാർശയായിട്ട് വന്നതാണല്ലേ, ആ പരാതിയൊന്നും ഞാൻ പിൻവലിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രവി ചോദിക്കും, നിനക്ക് അവനെ ജയിലിൽ കിടത്തിയിട്ട് എന്ത് കിട്ടാനാ ചന്ദ്രേ? എനിക്ക് എൻ്റെ ക്യാഷ് മോഷ്ടിച്ചവൻ ജയിലിൽ കിടന്നാൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. അത് എത്ര കാലത്തേക്ക് ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ,
ആജീവനാന്തം കിട്ടുമെന്ന് പറയും. അപ്പോൾ രവി പറയുന്നുണ്ട്, പക്ഷെ അവൻ്റെ കുടുംബം ആജീവനാന്തം ഈ ഒരു പ്രശ്നത്തിൻ്റെ പേര് ദുഃഖിക്കേണ്ടി വരും. നീ എന്താ അത് ചിന്തിക്കാത്തത്? അവൻ വേണ്ടാത്ത ഉദ്ദേശത്തോടെ അല്ലല്ലോ നിന്റെ പണം മോഷ്ടിച്ചത്, നീ തന്നെയല്ല കാരണക്കാരി. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ആ പൂ കെട്ടുന്നവൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നില്ലേ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവോ? ഇല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ രവി പറയും, അവൾ വന്നതിന് ശേഷമാണ് നമ്മുടെ വീടൊരു സ്വർഗമായേ. അവൾ വന്നതിന് ശേഷമല്ലേ സച്ചിയാകെ മാറിപ്പോയത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര ഒന്നും മിണ്ടാതെ കേൾക്കുകയാണ് കേട്ടോ. നീ ആ ചെറുക്കന് നന്നാവാൻ ഒരു അവസരം കൊടുക്കേണ്ട ചന്ദ്ര എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ശരി ഞാനേ പരാതി പിൻവലിക്കുക, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയും. ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിലും പരാതി പിൻവലിക്കണം എന്നുണ്ടെങ്കിലും സച്ചിയും രേവതിയും അവിടെ നിന്ന് പുറത്തു പോകണമെന്ന് പറയും. അവരെങ്ങോട്ട് പോകാനാ ചന്ദ്രേ? അതൊന്നും എനിക്കറിയണ്ട. അവള് ഞാൻ ഉള്ള വീട്ടിൽ വേണ്ട. അവള് കാരണം എൻ്റെ 2 മരുമക്കൾക്കും പ്രശ്നമാണ്. അവരൊക്കെ വലിയ വീട്ടിൽ നിന്ന് വന്നവരാ, അവരെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റൂല എന്ന് പറയും. അപ്പൊ രവി പറയുന്നുണ്ട്, രേവതി എന്തൊക്കെ സഹിച്ച ആ വീട്ടിൽ നിൽക്കുന്നേ, നിന്റെ മറ്റ് 2 മരുമക്കളോട് നീ അങ്ങനെ പെരുമാറി നോക്ക് എന്ന് പറയുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പരാതി പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ സച്ചിയും രേവതിയും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോണം എന്ന് പറയാണ്. അത് കേട്ട് നമ്മുടെ രവി ഒന്നും മിണ്ടാതെ ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് ശ്രുതിയും കൂടെ വരുന്നുണ്ട്. നമ്മുടെ രവിയെ കാണുമ്പോൾ തന്നെ അച്ഛൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മയെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണോന്ന്. അപ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ രവി അങ്ങ് ഇറങ്ങി പോവാണേ. എന്നെ കൊണ്ടുപോകാനൊന്നല്ല വന്നത്, ആ പൂ കെട്ടുന്നവളുടെ അനിയനെ എതിരെയുള്ള ആ പരാതി പിൻവലിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറയുമ്പോൾ, അയ്യോ അമ്മേ അങ്ങനെയൊന്നും ചെയ്യല്ലേ, അവനെ ജയിലിൽ കിടക്കണം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേ അമ്മ പരാതി പിൻവലിച്ചാൽ അവൻ ഇതിനേക്കാൾ വലിയ കുറ്റകൃത്യമൊക്കെ ചെയ്യും. ചിലപ്പോൾ വന്നിട്ട് അമ്മയെ കത്തികൊണ്ട് കുത്തി അമ്മയുടെ ഈ സ്വർണ്ണ വളയും മാലയൊക്കെ ഊരിയെടുത്ത് പോകും എന്നൊക്കെ പറയുമ്പോഴേക്കും, ഏടാ പേടിപ്പിക്കാതെടാ, ഞാൻ എന്തായാലും എൻ്റെ തീരുമാനം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, ആൻറ്റി വീട്ടിലേക്ക് വാ, അവിടെ ആൻറ്റി ഇല്ലാത്ത വീട് ഒരു നരകാണെന്നൊക്കെ പറയാണ് കേട്ടോ. ഓ ഞാനെങ്ങും ഇല്ല, ഞാനുള്ള വീട്ടിൽ അവളുണ്ടാവാൻ പാടില്ല, അവളെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി കിട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര. എന്തായാലും ഈ അവസരം ഞാൻ എന്തായാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോവാ. അവൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യും, ഞാൻ എൻ്റെ വീട്ടിൽ കയറുകയും ചെയ്യും, നിങ്ങൾ നോക്കിക്കോ എന്ന് പറയാൻ കേട്ടോ നമ്മുടെ ശ്രുതിയോടും ചന്ദ്ര. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് രേവതി ഒരു കപ്പ് ചായയുമായിട്ട് വരുന്നു. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന നേരത്ത് അവിടേക്ക് ശ്രീകാന്തും വർഷയും കൂടെ എത്താൻ കേട്ടോ. അപ്പോൾ വർഷ പറയും, സോറി ഏടത്തി, എനിക്കറിയാതെയാണ് അന്ന് ഏടത്തിയുടെ അനിയനെ കുറ്റപ്പെടുത്തിയത്. ഇപ്പോൾ ശ്രീകാന്ത് പറഞ്ഞിട്ടാ ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞേ, ആൻറ്റി കാരണല്ലേ അവൻ അങ്ങനെ ചെയ്യേണ്ടി വന്നത്, ഞാനൊരിക്കലും അവനെ കുറ്റപ്പെടുത്തരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറ്റബോധം പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട് കേട്ടോ, സോറി ഏടത്തി, അവനെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചിയോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ ശരത്തിന്റെ കാര്യമൊക്കെ ഇപ്പൊ എന്തായി എന്ന്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മ പരാതി പിൻവലിച്ചാൽ ഈ കേസ് ഒഴിവാവും, അതിനുവേണ്ടി അച്ഛൻ അമ്മയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കാന്ന് പറയുമ്പോഴേക്കും രവി അവിടെ എത്തുന്നുണ്ട്. രവിയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.